സൂപ്പർ ഹിറ്റ് സംവിധായകർക്കും ഈ കമൽഹാസനും ഇതെന്തു പറ്റിയെന്നാണ് സിനിമാ പ്രേക്ഷകർ ചോദിക്കുന്നത്. വിക്രത്തിന് ശേഷം വന്ന ഇന്ത്യൻ ടൂവും ഇപ്പോൾ ഇതാ തഗ് ലൈഫും ബോക്സ് ഓഫീസ് ആകെ ഇളക്കി മറിച്ചിരിക്കുകയാണ്. തോൽവി കൊണ്ടുള്ള ഒരു ഇറക്കി മറിച്ചിൽ. കാരണം ബഡ്ജറ്റ് എത്രയോ അകലെ, കളക്ഷൻ എത്രയോ താഴെ. മണിരത്നവും ശങ്കറിനെ പോലെയുള്ള സംവിധായകരുടെ ഈ തോൽവി പഴയ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന്, പഴയ ആ ഒരു രീതിയിൽ നിന്ന് അവർ മുന്നോട്ട് വരുന്നില്ല എന്ന് ആണ് തോന്നിപ്പിക്കുന്നത് ചില സിനിമകൾ കാണുമ്പോൾ. പൊന്നിയൻ സെൽവൻ പോലെയുള്ള സിനിമകൾ മികച്ചതായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അതെ, തഗ് ലൈഫിൽ 200 കോടി ബഡ്ജറ്റിൽ മുടക്കിയ സിനിമയ്ക്ക് തിരിച്ചു കിട്ടിയത് വെറും 47 കോടി രൂപ മാത്രം. മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി നിങ്ങൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് തഗ് ലൈഫിൻ്റെ വാർത്തയിലേക്ക് കിടക്കാം. സിനിമയുടെ പരാജയത്തെ തുടർന്ന് തങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തിന് പകരം നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ ഒരുങ്ങിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകൾ എന്നാണ് നാഷണൽ മീഡിയകൾ തഗ് ലൈഫിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. കമൽഹാസനും മണിരത്നവും വർഷങ്ങൾക്കു ശേഷം ഒന്നിച്ച തഗ് ലൈഫ് എന്ന സിനിമ ഏറെ പ്രതീക്ഷകളുമായാണ് തിയേറ്ററുകളിലെത്തിയത്. കേരളത്തിലേക്ക് മികച്ച പ്രമോഷൻ പരിപാടികളുമായി മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിയിട്ടുള്ള ഒരു പ്രേക്ഷക പ്രതികരണമാണ് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത്. റിലീസ് ചെയ്ത് 14 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്നതാണ് കാഴ്ച കണ്ടത്. 200 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ഇതുവരെ 47.2 കോടി രൂപ മാത്രമാണ് നേടാനായത് എന്ന് സാഗ്നിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യ ദിനം 15.5 കോടി നേടിയെങ്കിലും തുടർന്നുള്ള ദിവസങ്ങൾ നെഗറ്റീവ് റിവ്യൂസ് മൂലം സിനിമയ്ക്ക് കുതിപ്പുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. ഇത് കമൽഹാസൻ തന്നെ സിനിമയായ ഇന്ത്യൻ ടു, സൂര്യയുടെ കങ്കുവ, പിന്നെ ഗെയിം ചേഞ്ചർ എന്ന സിനിമകളേക്കാൾ വളരെ താഴെയാണ്. ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് 41.15 കോടി രൂപയാണ് സിനിമ നേടിയത്. ഇതോടെ സിനിമയുടെ ആഗോള കളക്ഷൻ 96.84 കോടി രൂപയായി. സിനിമയുടെ പരാജയത്തെ തുടർന്ന് തങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തിനു പകരം നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകൾ എന്നാണ് നാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിതരണക്കാരായ റെഡ് ജെയിൻ മൂവീസിൽ നിന്നും നിർമ്മാതാക്കളായ കമൽഹാസൻ, മണിരത്നം എന്നിവരിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെടാനാണ് തിയേറ്റർ ഉടമകൾ നീക്കമെന്ന് വിവരം. നെറ്റ്ഫ്ലിക്സുമായി അതേസമയം ഈ സിനിമ 130 കോടി രൂപയുടെ OTT കരാർ ഉറപ്പിച്ചു എന്നൊക്കെയാണ് പുറത്തു വരുന്നത്. ഏതായാലും സിനിമ തിയേറ്ററിൽ അമ്പേ പരാജയമായിരുന്നു.